യേശുക്രിസ്തുവിന്റെ സ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാനിങ്ങനെ ഒരു വേദിയുടെ മുമ്പിൽ നിന്ന് സംസാരിച്ച് ശീലമില്ല, അതുകൊണ്ട് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ഞാൻ ആദ്യമേ പറയുന്നു. യൂത്ത് മീറ്റിങ്ങുമായിട്ടനുബന്ധിച്ച് കുറച്ച് നേരത്തെ ചിന്തയ്ക്കായി ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായൊരു അധ്യായമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉപവാസത്തിന് ശേഷം മരുഭൂമിയിലേക്ക് പോവുകയും അവിടെ വെച്ച് പിശാചിനാൽ ഉണ്ടായ പരീക്ഷയും അതിൽ ക്രിസ്തു എങ്ങനെയാണ് ആ പരീക്ഷയെ നേരിട്ടതും എന്നതിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള വലിയൊരു വിവരണത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതിലെ ആദ്യത്തെ വാക്യത്തിൽ പറയുന്നത്, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. വലിയൊരു പരീക്ഷയിലേക്ക് ക്രിസ്തു പോയപ്പോൾ ക്രിസ്തുവിനെ നടത്തിയത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഇതിൽ 4-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൽ പറയുന്നു, അവൻ്റെ ശ്രുതി സൂര്യയിലൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അതായത് ദൈവം ഒരു പരീക്ഷയിലേക്ക്, യേശുക്രിസ്തു ഒരു പരീക്ഷയിലേക്ക് കടന്നു പോയപ്പോൾ അവനെ ആത്മാവ് നടത്തുകയും പരീക്ഷയിൽ നല്ല രീതിയിൽ തരണം ചെയ്യുകയും ചെയ്തതിനു ശേഷം അവൻ്റെ ശ്രുതി സൂര്യയിലൊക്കെയും പരക്കുകയും അവൻ മൂലം പലരും രക്ഷിക്കപ്പെടുവാനും പല വിടുതലുകൾ അവിടെ നടക്കുവാനും ഇടയായി എന്നാണ്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ പൗലോസും ശീലാസും കാരാഗൃഹത്തിലാകുന്നതാണ്. കാരാഗൃഹത്തിലാകുവാനുള്ള കാരണം വെളിച്ചപ്പാടത്തിയായ ഒരു സ്ത്രീയുടെ ഉള്ളിലെ ഭൂതത്തെ പുറത്താക്കുകയും അത് അവരുടെ യജമാനന് ഇഷ്ടമല്ലാതെ വരികയും അധിപതികളുടെ കയ്യിലേൽപ്പിക്കുകയും അങ്ങനെ കാരാഗൃഹത്തിലാകപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൽ 25-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. അതായത് കാരാഗൃഹത്തിലായിരുന്ന സമയത്തും പൗലോസും ശീലാസും ദൈവാത്മാവിനാൽ പ്രേരിതരായി ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അവിടെ വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ടാകുകയാണ് ചെയ്തത്. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങുകയും വാതിലൊക്കെ തുറക്കുകയും ചെയ്തു. ഇതിന്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വാതിലുകൾ തുറന്ന് അതിന്റെ മുന്നോട്ട് വായിക്കുമ്പോൾ കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്നൂഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അവരെ നോക്കുവാൻ ഏൽപ്പിച്ചവർ വന്ന് നോക്കിയപ്പോൾ കാരാഗൃഹം തുറന്നിരിക്കുന്നു. അത് കണ്ടപ്പോൾ തങ്ങളുടെ ജോലി പോകുമല്ലോ എന്ന് പേടിച്ച് സ്വന്തമായി വാളൂരി കൊല്ലുവാൻ തുടങ്ങുമ്പോൾ പൗലോസ് അവിടെ പറയുന്നുണ്ട്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. അപ്പോൾ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പൗലോസ് പറയുകയാണ് അവിടെ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതിൽ മുന്നോട്ട് വായിക്കുമ്പോൾ ആ കാരാഗൃഹ പ്രമാണിയുടെ കുടുംബം മുഴുവനും ആ രാത്രിയിൽ തന്നെ സ്നാനമേൽക്കുവാനും ദൈവത്തെ രക്ഷിതാവായി സ്വീകരിക്കാനും ഇടയായി എന്ന് നമ്മൾ വായിക്കുന്നു. ഇതിലെ പശ്ചാത്തലത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ ബന്ധിക്കപ്പെട്ട സമയത്തും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി കർത്താവിനെ പാടി സ്തുതിച്ചപ്പോൾ അവിടെ വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ടാവുകയും അത് പൗലോസിന്റെ വിടുതലിന് വേണ്ടി മാത്രമല്ല, അവിടെ പൗലോസിന്റെ കാരാഗൃഹ പ്രമാണിയുടെ കുടുംബത്തിന്റെയും മുഴുവനായ ഒരു രക്ഷയ്ക്കും വിടുതലിനും അവിടെ കാരണമാകുന്നുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു അധ്യായത്തിൽ പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ ഇതിലെ പശ്ചാത്തലം പത്രോസ് തടവിലാവുകയാണ്. ഹെരോദ രാജാവ് സഭയിലെ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് പത്രോസിനെ തടവിലാക്കുകയാണ്. ഇവിടെ പത്രോസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ വായിച്ചതിന് വ്യത്യസ്തമായി 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. അവിടെ പൗലോസും ശീലാസും ദൈവാത്മ പ്രേരണയാൽ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ പത്രോസ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. ഇവിടെയും ദൈവം പത്രോസിനൊരു വിടുതൽ നൽകുന്നുണ്ട്. 10-ാം അധ്യായത്തിൽ വായിക്കുന്നു, അവർ 1-ാം കാവലും കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും
7-ാം അധ്യായത്തിൽ വായിക്കുന്നു, അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അര കെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ മുന്നിലേക്ക് കടന്നു കൊണ്ടുപോയി. 10-ാം അധ്യായത്തിൽ അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതിൽക്കൽ എത്തി. അവർക്ക് സ്വതവേ തുറന്നു കൊടുത്തു. ഇതിൽ പത്രോസിന്റെ വിടുതൽ മറ്റാരും അറിയുന്നില്ല. മറ്റൊരാളുടെ രക്ഷയ്ക്ക് ഇത് കാരണമാകുന്നില്ല. പത്രോസിന് വിടുതൽ ലഭിക്കുന്നുണ്ട്, പക്ഷെ അത് മറ്റൊരാളുടെ രക്ഷയ്ക്ക് കാരണമാകുന്നില്ല. ഞാൻ ഈ 3 അധ്യായങ്ങളിൽ നിന്നും പറയാനായി ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, പലവിധമായ പരീക്ഷകളിലൂടെ നമ്മളും കടന്നു പോകേണ്ടി വരും. പക്ഷെ ആ സമയത്ത് സ്വന്തം ബുദ്ധിയിൽ ഊന്നാതെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ എന്ത് പ്രേരിപ്പിക്കുന്നോ അതിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായും ഒരു വിടുതൽ ഉണ്ടാകും. നമ്മുടെ വിടുതൽ മറ്റൊരാളുടെ രക്ഷയ്ക്കും കാരണമാകും. നമ്മൾ മുഖാന്തരം മറ്റൊരു വ്യക്തിയെ സകല ലോകത്തെക്കാളും വിലയേറിയ ഒരു ജീവനെ കൂടി നേടുവാൻ നമുക്ക് സാധ്യമാകും എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടിൻ്റെ 2 ലിറിക്സാണ്. സകല തോൽവികൾക്ക് ദൈവമേ നന്ദി, നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി. എല്ലാ കണ്ണുനീരിന്റെ ദൈവമേ നന്ദി, അത് നിന്റെ സാന്നിധ്യം അറിയാൻ അതിടയായി. നമുക്ക് വരുന്ന കഷ്ടതയും നമുക്ക് വരുന്ന പല പ്രശ്നങ്ങളുമാണ് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ മുഖം കാണുവാനും നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന വിടുതൽ മറ്റൊരാളുടെ രക്ഷയ്ക്ക് കൂടി കാരണമാകും.